നമ്മൾ 500 രൂപയുടെ നോട്ടും കയ്യിൽ പിടിച്ചിട്ട് ഭക്തിയും മോക്ഷവും കാശ് കൊടുത്ത് മേടിക്കാൻ നടക്കുക. ഒരു പൈസയും കൊടുക്കണ്ട. നമ്മൾ തന്നിൽ താനായിട്ട് വിളങ്ങുന്ന ആനന്ദസ്വരൂപിയെ തിരിച്ചറിയാൻ മനസ്സിലാക്കിയാൽ മതി. തൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ശിവോഹം ശിവോഹം യന്തപ്രവിശ്യ. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇനി പിങ്കള പറയും, ഞാൻ കണ്ടില്ലല്ലോ ആ രമണനെന്ന. സന്തം സമീപേ രമണം രതിപ്രദം. എന്നെ രമിപ്പിക്കുന്നതായ ആ രമണൻ, രാധാരമണ മുകുന്ദ മുരാരെ, ആ രമണൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കണില്ല. അതിനെന്താ വേണ്ടത്? ആ ഇന്ദ്രിയങ്ങളെ അടക്കിയാൽ മതി. ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി ഏകാഗ്രമാക്കിയിട്ട് അനന്തമായിരിക്കുന്ന ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ണികളെ ഈ മനുഷ്യ ശരീരം. ബാക്കി ഏത് ജീവികൾക്കും ഈയൊരു സ്വഭാവമില്ല. മനുഷ്യജന്മം കൊണ്ട് മാത്രമേ ഇത് കിട്ടുള്ളൂ, വേറെ ഒരു ജന്മത്തിനും കിട്ടില്ല. ഒരു വേടൻ ഒരു വലയിൽ കുറേ ധാന്യമഴകൾ വിരിച്ച് നിൽക്കുമ്പോൾ പക്ഷികൾ വന്ന് അത് കൊത്തും. ആ പക്ഷികൾ അതിൽ പെട്ടുപോകും. എങ്ങനെയൊക്കെ ചിറകൊക്കെ അടിച്ച് നഖം കൊണ്ട് മാന്തി കൊക്കുകൊണ്ടുമിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. പിറ്റേ ദിവസം അതേ വേടൻ അതേ സ്ഥലത്ത് അതേ വല വച്ചാൽ വീണ്ടും അതേ പക്ഷി തന്നെ വന്ന് വീഴും. നമ്മൾ വീഴാറില്ലല്ലോ. നമ്മൾ പച്ച മലയാളത്തിൽ പറയാറില്ലേ, തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഒരബദ്ധം ഒരാൾക്ക് ഒരു പ്രാവശ്യമേ പറ്റുള്ളൂ. ഇതാണ് മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്കുള്ള ഒരു വ്യത്യാസം ഇതാണ്. പ്രായേണ മനുജാലോകേ ലോകതത്വ വിചക്ഷണ സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനൈവ ശുഭാശയാൽ എന്ന് ഉദ്ധവനോട് ഭഗവാൻ ഉപദേശം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു. യൂസ് യുവർ കോമൺ സെൻസ്. അതാ ഭാഗവതം പറഞ്ഞത്. നിങ്ങളുടെ വിവേകം ഉപയോഗിക്കൂ. വിധി എന്താ നിഷേധം എന്താണ് തിരിച്ചറിയാൻ നിങ്ങൾ ശീലിക്കൂ. മറ്റ് ജീവികൾക്കില്ലാത്തതായ ഒരു വിവേകം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും പറഞ്ഞത്. എന്തിനാണെന്നറിയോ? നമ്മുടെ മനുഷ്യ ശരീരത്തിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല ഇന്നത്തെ കലിയുഗ മനുഷ്യർ. ആബാലവൃദ്ധ ജനങ്ങളും ബോധവാന്മാരല്ല. സപ്താഹത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന സജ്ജനങ്ങളല്ലാതെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. നൈമിഷികമായിരിക്കുന്ന തുച്ഛമായിരിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് രമിച്ച് ജീവിതം വെറുതെ പോക്കച്ച് ഹോമിച്ച് കളയുക. അവർക്ക് നിത്യാനന്ദം ഉണ്ടാവണില്ല. പരക്കം പാഞ്ഞ് നടക്കണു. രാവിലെ തൊട്ട് രാത്രി വരെ ജീവിതം മുഴുവൻ ഹോമിച്ചു. എന്നിട്ടോ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. സാധാരണ ചെറുപ്പകാലത്ത് ഹെൽത്ത് ഈസ് സ്പെൻഡിങ് ഫോർ വെൽത്ത്. വയസ്സാം കാലമാകുമ്പോഴോ വെൽത്ത് ഈസ് സ്പെൻഡിങ് ടു റീഗെയിൻ ഹെൽത്ത്. ഇതല്ലേ സത്യം? ചെറുപ്പകാലത്ത് ഈ ഹെൽത്ത് മുഴുവൻ ചിലവാക്കിക്കൊണ്ട് വെൽത്ത് ഉണ്ടാക്കാൻ നോക്കും. കുറച്ച് കഴിയുമ്പോൾ അതേ വെൽത്ത് തന്നെ ചിലവാക്കേണ്ടി വരും ഹെൽത്ത് റീഗെയിൻ ചെയ്യാൻ. എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? അപ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? നമ്മുടെ ജീവിതം മുഴുവൻ വെറുതെ പോവില്ലേ? ഭഗവാനെ അറിയാനാണ് ഈ ശരീരം. എവിടെയാ ഭഗവാൻ? നമ്മൾ തന്നെയാ ഭഗവാൻ എന്നറിയാനായി ശരീരം എന്ന് ചുരുക്കം. അതിനെന്താ വേണ്ടത്? വെറുതെ ഇരുന്നാൽ പറ്റില്ല. ഈ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണമെങ്കിൽ, അന്ധക്കരണശുദ്ധി വരുത്തണമെന്നുണ്ടെങ്കിൽ, ബ്രഹ്മാനന്ദം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബ്രഹ്മാനന്ദം അനുഭവിക്കണമെങ്കിൽ അന്ധക്കരണ വൃത്തികൾ ശുദ്ധമാവണം. അന്ധക്കരണ വൃത്തി ശുദ്ധമാവണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ സജ്ജന സംസർഗം വേണം. ഇന്നലെ പറഞ്ഞില്ലേ കപിലയോഗീശ്വരൻ, കപിലവാസുദേവൻ സതാം പ്രസംഗാൽ മമ വീര സംവിദോ എന്ന് പറഞ്ഞത്. സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം. മഹൽ സേവാം ദ്വാരമാഹുർവിമോക്തേ. സജ്ജന സംസർഗമാണ് മോക്ഷത്തിലേക്കുള്ള കവാടം. ജസ്റ്റ് ഓപ്പോസിറ്റ് അതിൻ്റെ രണ്ടാമത്തെ വരി പറയും, തമോദ്വാരം യോഷിതാം സംഗി സംഘം. സജ്ജന സംസർഗം മോക്ഷ കവാടമാണെങ്കിൽ ദുജ്ജന സംസർഗം നരക കവാടാണ്. ആരാണ് ഈ സജ്ജനങ്ങൾ? മഹാന്താസ്തെ സമചിത്ത പ്രശാന്ത. എത്ര ഗുണങ്ങളാണ് സജ്ജനങ്ങളെക്കുറിച്ച് പറയണമെന്നറിയോ? നമ്മൾ ഈ സജ്ജനം 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 എന്ന് പറഞ്ഞാൽ ഭാഗവത പുസ്തകം ചുവന്നോട് നടക്കണമെങ്കിൽ ആ സജ്ജനം എന്നാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ച് നടക്കണമെന്നാണ് ഭസ്മക്കുറി ചന്ദനക്കുറി കുങ്കുമപ്പൊട്ട് രുദ്രാക്ഷമാല. അവർ സജ്ജനങ്ങളല്ല എന്നല്ല പറഞ്ഞത്, അതല്ല സജ്ജന ലക്ഷണം. പിന്നെന്താ? സമചിത്ത, വികാരങ്ങളില്ലാത്തവരാണ്. പ്രശാന്ത, ശാന്തമായ മനസ്സോട് കൂടിയവരാണ്. വിമന്യവ,
ക്രോധമില്ലാത്തവരാണ്. പിന്നെ ഒരു വാക്ക് പറഞ്ഞു, സുഹൃദ. ആരാ സുഹൃത്ത്? തോളത്ത് കൈയിട്ട് നടക്കണവനല്ല സുഹൃത്തെന്ന് പറയുക. നമ്മൾ മാധ്യമങ്ങളിലും വർത്തമാന പത്രങ്ങളിലും മറ്റും മാധ്യമങ്ങളിലും വായിക്കാറില്ലേ, മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കുത്തിക്കൊന്നു എന്ന്. ഈ സുഹൃത്താണെങ്ങനെ കുത്തിക്കൊല്ലണേ? ആ വാക്കിൻ്റെ അർത്ഥം അറിയാതുകൊണ്ടാണ്. സുഹൃത്ത്, നല്ല മനസ്സുള്ളവൻ, നിർമ്മലമായ മനസ്സുള്ളവനെ ആ സുഹൃത്ത് എന്ന് പറയുക. FRIEND അല്ല, തോളത്ത് കൈയിട്ട് നടക്കണവനല്ല. സുഹൃത്താണെങ്കിൽ സുഹൃത്ത്, അവൻ എല്ലാത്തിലും ഈശ്വരനെ കാണുന്നവൻ അർത്ഥം. അതാണ് സുഹൃത്ത് എന്നുള്ള വാക്ക്. ഇതാണ് ഭാഗവതം നമ്മളെ സകല കൺസെപ്റ്റും പൊളിച്ചെഴുതും. നമ്മൾ എന്തൊക്കെയോ വിചാരിച്ചിരിക്കുക. ഇതൊന്നും അല്ല കലിയുഗ മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്നതല്ല ഈ ശരീരം കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ എല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന് കരുതി എല്ലാവരെയും സുഹൃദ്ഭാവത്തിൽ സമഭാവനയോടുകൂടി നടക്കുന്നവരാണ് സജ്ജനങ്ങൾ. അവർ എൻ്റെ ഭാര്യ എന്നോ എൻ്റെ മക്കളെന്നോ എൻ്റെ സമ്പത്തോ എന്നുള്ള ഒട്ടലോട് കൂടിയിട്ട് ഇരിക്കുന്നവരല്ല. എല്ലാം ഉണ്ടെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ ഈശ്വരൻ തന്നതാണ്. യാവദർത്ഥശ്ച ലോകേ. കുടുംബത്തിലോ മറ്റ് പ്രാപഞ്ചിക വിഷയങ്ങളിലോ ആസക്തരാവാതെ എന്താണോ ജീവസന്ധാരണത്തിന് വേണ്ടത്, ഉപജീവനത്തിന് വേണ്ടത്, അത് മാത്രം സ്വീകരിക്കുന്നവനാ. ഇതൊക്കെ ഈശ്വരൻ തരണതാണ്. അപ്പം ഇതിൻ്റെ പുറകെ പരാക്രമം കാണിച്ച് നടന്നിട്ട് കാര്യമില്ല. അജഗരവൃത്തി എന്ന് പറയും. പെരുമ്പാമ്പ് ആഹാരത്തിന് വേണ്ടി പോവാറില്ല. എന്താണോ ഈശ്വരേച്ഛ കിട്ടുന്നത് അതുകൊണ്ട് സന്തോഷിക്കണു. ഇതേപോലെയാവണം. അപ്പോൾ ഈ തരത്തിൽ ഈ ശരീരത്തിനെ ലോകത്തിന് ഉപകാരപ്രദങ്ങളാക്കി തീർക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടിയിട്ടുള്ളതല്ലാന്ന് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇന്ദ്രിയപ്രീതിക്ക് ശ്രമിച്ചാലോ? നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, കുരുതേ വികർമ്മ. വികർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. വികർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്, മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എങ്ങനെയായിരിക്കണം? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, അത് ലോകത്തിന് ഉപകാരപ്രദമാവണം. പക്ഷേ ഈ മനസ്സ് ഇന്ദ്രിയങ്ങളും പിടിവിട്ടു പോയാൽ ഏത് ഇന്ദ്രിയപ്രീതയ ആപ്രണോതി, ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് നോക്കുന്ന സമയത്ത് വികർമ്മങ്ങൾ ചെയ്യേണ്ടി വരും, മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ടി വരും. എൻ്റെ കാര്യം അഖിലം നടക്കണം, ഈ ഒരു ചിന്താഗതി വരും.